ഇന്ന് ഓഗസ്റ്റ് 6, എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ച ആ കറുത്ത ദിവസം, എൻ്റെ ഉള്ളിലെ ആ മൃഗം പുറത്തു വന്ന ദിവസം. ചതി, അത് സഹിക്കാൻ പറ്റില്ല. അതാര് ചെയ്താലും, പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ. ആദ്യം ഫോണിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു, പിന്നീട് വീട്ടിൽ പിടിച്ചു എന്ന് പറഞ്ഞ് സമയം കിട്ടുമ്പോൾ അവൾ തന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ വിളിക്കാതിരിക്കാൻ കാരണങ്ങൾ കൂടിക്കൂടി വന്നു. സഹിക്കാൻ പറ്റാതെയായി. അവഗണനയും പരിഹാസവും ഒറ്റപ്പെടലും. ആകെ എന്നെ സ്നേഹിച്ചത് അവളാണ്. ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും അവളെ മാത്രം. കൂടെ ഉണ്ടാകുമെന്ന് അവൾ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. അവളെ കെട്ടാൻ കാശുണ്ടാക്കാൻ പ്രവാസിയായി. നാടും വീടും വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ട് അറബിയുടെ അടിമയാവാൻ തീരുമാനിച്ചപ്പോൾ ആ മുഖം മാത്രമായിരുന്നു മുൻപിൽ. തമ്മിലടിച്ച് എൻ്റെ സമാധാനം കളഞ്ഞ അച്ഛനെയും അമ്മയെയും വെറുത്തായിരുന്നു ഞാൻ ജീവിച്ചത്. ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോയിൽ അവളുടെ കയ്യിൽ കണ്ട മോതിരം അതെന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. വിളിച്ചപ്പോൾ കോള് പോകുന്നില്ല. മെസ്സേജ് അയച്ചു, പക്ഷേ അതും അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇല്ലാത്ത കാശ് മുടക്കി അറബിയുടെ കാലും പിടിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ചെറുക്കനങ്ങ് ലണ്ടനിൽ എൻജിനീയറാണ് പോലും. അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും ഒരുത്തിനും അനുഭവിക്കാൻ ഞാൻ കൊടുക്കില്ല. കൊല്ലണം, ആരും അറിയാതെ കൊല്ലണം. എന്നെ വേണ്ടാത്തവരാരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയുള്ളവരല്ല. പണ്ട് വാർത്തയിൽ കണ്ടതാ. പണ്ട് കരിക്ക് വാങ്ങി വീട്ടിൽ വെച്ച യുവാവ് മാസങ്ങൾക്ക് ശേഷം അബദ്ധത്തിൽ അതെടുത്ത് കുടിച്ചപ്പോൾ മരണം സംഭവിച്ചിരുന്നു. തിഫത്താൽ 3 നൈട്രോപ്രോപയോണിക് ആസിഡ് പോയ്സണിങ്. ആരും കേട്ടിട്ടില്ലാത്ത, ആർക്കും സംശയം തോന്നാത്ത മാരക വിഷം. പഴകുന്തോറും തേങ്ങയിലുണ്ടാവുന്ന ആർത്രീനിയം എന്ന ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന മാരക വിഷം. ഒരു തുള്ളി ഉള്ളിൽ ചെന്നാൽ 4 മണിക്കൂറുകൾ കൊണ്ട് ഹൈപ്പർ അമോണിയ എന്ന അവസ്ഥയുണ്ടാകും. തലച്ചോറിലെത്തുന്ന അമോണിയ തലച്ചോറിനെ വീർപ്പിക്കും. തലയോട്ടി പൊട്ടി ആള് മരിക്കും. ആർക്കും സംശയം തോന്നില്ല. അവളുടെ കല്യാണത്തിന് ഇനി 2 ദിവസം മാത്രം ബാക്കി. 3 മാസം മുൻപ് ഞാൻ നാട്ടിൽ വന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അത് ഇന്ന് സംഭവിക്കും. എന്നും കോളേജിൽ പോകുന്ന അവൾ അറിയാതെ ഞാൻ അവളെ പിന്തുടർന്നു. അവൾ ഉപയോഗിക്കുന്ന അതേ വാട്ടർ ബോട്ടിലിൻ്റെ ഒരെണ്ണം ഞാനും വാങ്ങി. അതേ നിറം, അതേ കമ്പനി. വൈകുന്നേരം അവൾ പോകുന്ന തിരക്കുള്ള ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അവളറിയാതെ അവളുടെ ബാഗിൽ ആ ബോട്ടിൽ ഞാൻ മാറ്റി. പകരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ ഞാൻ വെച്ചു. ഇപ്പോൾ സമയം 5:20. ഇനി വെറും 4 മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ആ 4 മണിക്കൂറുകൾ ഞാൻ ആസ്വദിച്ച സുഖം, സമാധാനം, ആ സാറ്റിസ്ഫാക്ഷൻ. എന്നെ ചതിച്ചവൾ മരിക്കുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ മൃഗം അലറുകയായിരുന്നു. വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ അവൾ ആ വെള്ളം കുടിച്ചു. ഞാൻ അവളെ കൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചിട്ട് അല്ല, ഞാൻ അവളെ കൊന്നിട്ട് ഇന്നൊരു വർഷം. ഞാൻ എന്തിനാ അവളെ കൊന്നത്? വെറുതെ വിട്ടുവിടായിരുന്നു. ഈ ചോദ്യം അന്ന് മുതൽ വേട്ടയാടുന്നു. 1 വർഷത്തിന് ശേഷം ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിലുമുണ്ട്. വിമാനത്തിൻ്റെ ജനലിൽ കൂടി നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ദാഹം അടക്കും. പ്രായശ്ചിത്തമാണോ അതോ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ യാത്രയുടെ അവസാനം ഞാനൊഴികെ എല്ലാവരും വീട്ടിലെത്തും. വിമാനയാത്രയ്ക്കിടെ കുവൈറ്റ് പ്രവാസിയുടെ ആത്മഹത്യ. പോക്കറ്റിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ 1 വർഷം മുമ്പ് താൻ നടത്തിയ ആസൂത്രിത കൊലപാതകത്തിന് നടുക്കുന്ന വിവരങ്ങൾ.